ഹായ് ഗായ്സ്, അപ്പൊ തലോട്ടി ഗുഹയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്നു, നമുക്കവിടെ കയറണകത്തേക്ക്. അപ്പൊ ജസ്റ്റ് ഒരു ഹായ് കൊടുക്കുക, ഹായ്. അപ്പൊ നമുക്ക് ഇനി അകത്തേക്ക് കയറാനുള്ള തീരുമാനങ്ങൾ നടക്കും. അല്ല, തീരുമാനമല്ല, അകത്തേക്ക് കയറാം. അപ്പൊ നമ്മുടെ കൂട്ടുകാരും അതുപോലെ തന്നെ ഗൈഡും ഫസ്റ്റ് പോയിട്ടിട്ടുണ്ട്, ഞങ്ങൾ പുറകെ കൂട്ടുകാർ കയറിയിട്ടുണ്ട്. അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ അത്യാവശ്യം വെള്ളച്ചാട്ടവും അതുപോലെ തന്നെ ഇരുട്ടും കൂടിയിട്ടാണ് നമ്മുടെ ഗുഹ ഇരിക്കുന്നത്. അങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചാണ് അവർ. നമ്മൾ ആദ്യമേ കയറുമ്പോൾ പേടിക്കൊന്നും വേണ്ട, ജസ്റ്റ് കയറുക. പിന്നെ അത്യാവശ്യം ചെറിയ പല്ലിയോ പൂച്ചയോ തവളയോ അതുപോലെ തന്നെ വവ്വാലോ എന്തെങ്കിലും ഉണ്ടാവും, കണ്ട് പേടിക്കൊന്നും വേണ്ട. വവ്വാലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയി കഴിഞ്ഞാൽ നിപ്പയൊക്കെ അടിക്കുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, വിഷയമൊന്നുമില്ല. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഈസി. അപ്പോൾ നമ്മൾ അകത്തേക്ക് നമ്മുടെ ആദ്യം പോകുന്നത് നമ്മുടെ കൂട്ടുകാരൻ ആരിഫാണ്, നേരത്തെ കണ്ടവൻ. അപ്പോൾ നമുക്ക് അവസാനം നമ്മൾ കണ്ടുമുട്ടി കിട്ടുമോ, ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് കണ്ടുമുട്ടി. അപ്പോൾ അവർ ടോർച്ചൊക്കെ അടിച്ച് തന്നുണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് നമുക്ക് കുനിഞ്ഞ് തന്നെ പോകണം, അല്ലെങ്കിൽ തലയടിച്ച് പണ്ടാലോട്ട് അവിടെ ഇരിക്കും. ആ മര്യാദയ്ക്ക് സൂക്ഷിച്ച് നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു പേടി, ഇതെങ്ങാനും ഇടിഞ്ഞു വിളിഞ്ഞ് പോയാലോ. അങ്ങനെയൊന്നും പോവില്ലാന്ന് വിശ്വസിച്ച് ഞാൻ മുമ്പോട്ട് പോവുകയാണ്. ഞങ്ങൾ പിന്നെ പാറയുടെ ഇടയിൽ കൂടെ പോയി. ആ കടക്കൂന്ന് തന്നെ പേടിയായിരുന്നു. പിന്നെ കടന്ന് സാധനം കടന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ പയ്യെ മുട്ടി തന്നെ പോവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാത്രി ഞങ്ങൾ കയറിയായിരുന്നു, പക്ഷേ ആ ഒരു ത്രില്ല് വേറെ, ഈ ഒരു ത്രില്ല് വേറെ. അതൊരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഇടുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ കഴിഞ്ഞാൽ ഗൈഡായിട്ട് കൂട്ടിക്കൊണ്ട് വെറുതെ നടക്കുക, പക്ഷെ നമ്മൾ കാണുമ്പോൾ രാവിലെ രാത്രിയും ചെറിയൊരു ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഞങ്ങൾ പോയ വഴിയും എന്താണെന്ന് ഞങ്ങൾക്ക് അത്രയും ഞങ്ങൾക്ക് മര്യാദയ്ക്ക് മനസ്സിലാവില്ല. പിന്നെ ഓരോ വഴി കയറുമ്പോഴും നമ്മൾ ശ്രദ്ധിച്ച് കണ്ട് കയറിക്കോളണം. ഇതേമാതിരി ചെറിയ ഓട്ടയിൽ കൂടെ കയറുമ്പോഴാണ് നമ്മൾ എത്തി. ഓക്കെ, അപ്പോൾ നമ്മൾ എത്തിപ്പെട്ടേക്കാണ് പുറത്തേക്ക്. എത്തിപ്പെട്ടേക്കും നമ്മൾ അവസാനം ഇതിന്റെ ഈ ഗുഹയുടെ എൻഡിലെത്തിപ്പെട്ടേക്കാണ്. ഓക്കെ ഗൈസ്, എൻഡിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്ത ഇത് എൻ്റെ അല്ലായിരുന്നു, തുടക്കം മാത്രമായിരുന്നു. ഇനി വേറൊരു ഗുഹ, ഇത് എവിടെ നിന്ന് തോന്നട്ടെ, അവിടുന്ന്. അപ്പോൾ നമുക്ക് ഇനി അകത്തേക്ക് വേറൊരു ഗുഹ. ഇത് ഗുഹയൊന്നും അല്ല കേട്ടോ, ജസ്റ്റ് ഒരു എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാനുള്ളൊരു വഴി, എക്സിറ്റ് മാത്രം. മേളിലേക്ക് നോക്കുമ്പോൾ കുറച്ച് നെറ്റ് വെച്ച് കെട്ടി താങ്ങി നിർത്തുന്ന പോലെ ജസ്റ്റ് ഒരു ക്രിയേറ്റിവിറ്റി, അത് വേറൊരു ക്രിയേറ്റിവിറ്റി. അപ്പോൾ നമുക്കിനി ലൈറ്റ് അടിച്ച് അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്ക് അതിനെ വേറെ വ്യത്യാസങ്ങളായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെള്ളമൊന്നുമില്ല, ജസ്റ്റ് ഔട്ട് ഏരിയ എന്ന് വെച്ചാൽ പുറത്തേക്ക് പോകാനുള്ള വഴിയാണ് നമ്മൾ ഗൈഡ് കാണിച്ചത്. ഞങ്ങൾ ആദ്യം അനുസരിച്ച് ഞങ്ങൾ പോകണേ. പിന്നെ ഞങ്ങൾക്ക് ഇത് പോകുമ്പോൾ മേളിലേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം മറ്റേ കല്ലും മണ്ണും ഒക്കെ അതിൻ്റെ ഇടയിൽ കയറ്റിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ചെറിയൊരു ആർക്കും അങ്ങനെ പെട്ടെന്ന് അറിയാൻ പറ്റാത്തത് ക്രിയേറ്റിവിറ്റി വെച്ചിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമെൻറ്റും അതുപോലെ തന്നെ അത് പെട്ടെന്ന് തോന്നിക്കൂല, നമ്മൾ സൂക്ഷിച്ചും കണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. കമ്പിയൊക്കെ വെച്ചിട്ടുണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ സ്ഥലം എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഓരോ കമ്പിയും കണ്ടു, എന്ന് വെച്ചാൽ കുത്തി വെച്ചേക്കണ ആ സൈഡിലൊക്കെ. അപ്പോൾ ഞങ്ങൾ എത്തിപ്പെട്ടു. അങ്ങനെ എത്തിപ്പെട്ടത് ഒരു മരം, ഇതിന് ഗുഹയുടെ നടുക്കൊരു മരം കൊണ്ട് വെച്ചേക്കണം. മരത്തിൻ്റെ നടുക്ക് ഗുഹ അല്ല, ഗുഹയുടെ നടുക്ക് മരത്തിൻ്റെ നടുക്ക് ഗുഹ. അപ്പോൾ മരത്തിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ഗുഹ ഉണ്ടാക്കിയിരിക്കണം. ക്രിയേറ്റിവിറ്റി, അതൊരു ക്രിയേറ്റിവിറ്റി ആയിട്ട് നമ്മൾ കാണുകയാണ്. അപ്പോൾ ഇനി അടുത്ത സ്റ്റെപ്പിലൂടെ നമ്മൾ കയറുകയാണ്. ജസ്റ്റ് വേറൊന്നുമില്ല, കുറേ സ്റ്റെപ്പ് കയറി പോവുക. അപ്പോൾ ഇത്ര നേരം കണ്ടത് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നമ്മൾ കാണാത്ത കുറേ ഭാഗങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ സൂപ്പർ. അതുപോലെ തന്നെ നമ്മൾ ഇത് കയറുമ്പോൾ, ഈ സ്റ്റെപ്പിൽ കയറുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും നിലത്ത് അടിക്കഴിഞ്ഞാൽ തല അടിച്ച് വേണ്ടാകും. അത് സൂക്ഷിച്ചും കണ്ടും കയറുക. വേറൊന്നും പറയാനില്ല എനിക്ക്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എത്തിപ്പെട്ടത് മേളിലാണ്. ഇനി മേളിലേട്ടുള്ളൊരു പാതയിൽ കൂടി നമുക്ക് പോവാം. അപ്പോൾ ഞങ്ങൾ ഓരോ മല്ലും വെച്ചിട്ട് ഒക്കെ പേറുകയാണ് മേളിലേക്ക്. അപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അത്യാവശ്യം പച്ചപ്പും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ചെറിയൊരു ഒരു ഫീലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇരുട്ടത്ത് റൂം ഇട്ടിട്ട് പെട്ടെന്ന് വെട്ടത്തിലേക്ക് കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് ഇല്ലേ, അതേമാതിരി നമ്മൾ ഇരുട്ടത്തിൽ നിന്നിട്ട് പുറത്തേക്ക് നേരത്തെ നമ്മളിങ്ങനെ ഇരുന്നിരുന്ന് നിൽക്കുമ്പോൾ പെട്ടെന്ന് കാണുമ്പോൾ ആ ഒരു ഹാപ്പിനെസ് ഇല്ലേ, ആ ഒരു ഫീലിംഗ്. അപ്പോൾ താഴത്തേട്ട് നമ്മൾ ഇതിൽ കൂടെ തന്നെ ഇന്നലെ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ നേരത്തെ കയറിയത് കാണാൻ നമ്മൾ സ്പോട്ടുകൾ ഒന്നുകൂടി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല പച്ചപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ സമയം വൈകും തോറും ഇതിന്റെ ഭംഗി കൂടി വരിക എന്ന് തോന്നുന്നു. ഇവിടെ നിൽക്കാൻ തോറും കൂടി വരിക. ആ മരങ്ങൾ കണ്ടോ, നല്ല രസമായിട്ടിരിക്കണ്ടേ. പിന്നെ നമ്മുടെ റൂം ഇവിടെ കാണാൻ പറ്റുണ്ടോ? കാണാൻ പറ്റും, അവിടെ നിന്ന് റൂം കാണാൻ പറ്റും നമ്മുടെ. അപ്പൊ ഇതിന്റെ മേളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ക്യാമ്പ് ചെയ്യാൻ, എന്ന് വെച്ച് കഴിഞ്ഞാൽ നെറ്റിലെല്ലാം
ടെന്റ് കെട്ടി ക്യാമ്പ് ചെയ്യാൻ പറ്റും ഇതിന്റെ മേളില്. ഇതിന്റെ മേളിലാണ് നെറ്റ് കെട്ടിയൊക്കെ ക്യാമ്പ് ചെയ്യാൻ പറ്റുന്ന പറയണേ. പിന്നെ ഇതുപോലെ തന്നെ ഞങ്ങൾ ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ആക്ടിവിറ്റീസ് പരിപാടിയിലേക്കാണ് നമ്മൾ പോണേ. അപ്പോ 10 പേർക്ക് 10 പേർ ഷേക്ക് ചെയ്യാൻ പാടില്ല. മരം പോട്ടെ, ഇതിന്റെ പേരെന്തായിരുന്നു, പാലം. പാലത്തിൽ ഷേക്ക് ചെയ്യാൻ പാടില്ല. അപ്പൊ ഞാൻ ഷേക്ക് ചെയ്തിട്ട് പോയേ, അവന്മാരൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി വെറുതെ. എനിക്കൊരു കഴപ്പെന്ന് പറയാം, എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പണിയില്ലാത്തതുകൊണ്ടേ ഞാനിട്ട് അലക്കണേ. അവന്മാര് പയ്യെ മുട്ടി എടാ അലക്കല്ലേ എന്നൊക്കെ പറയണ്ട്. പക്ഷെ ഞാൻ അലക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്റെ സ്വഭാവം. ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റിയൊരു കഴപ്പ് പിടിച്ചവരായി. പിന്നെ നമ്മളിങ്ങനെ പയ്യെ കയറി ആട്ടി തുടങ്ങി. ഞാൻ പിന്നെ ആരിഫ് ആട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാനത് എന്തോ അതിൽ നിന്നൊരു സുഖം കണ്ടുപിടിക്കുന്നു. ആ സുഖമല്ല കേട്ടോ, മറ്റേ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതന്നെ. അപ്പൊ അവൻ്റെ അത് മാറിക്കാൻ പറയുന്നുണ്ട്. അപ്പൊ അവൻ മാറിക്കണമൊന്നുമില്ല. പിന്നെ ഒന്നും പറയാനും നിന്നില്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് നിലത്തേക്കൊക്കെ നോക്കുമ്പോ അത്യാവശ്യം പച്ചപ്പും അതുപോലെ തന്നെ ഇവിടെ നിന്നും കയറില്ല കേട്ടോ. നമ്മള് ഗൈഡില്ലാണ്ട് കയറാൻ പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് ഇവിടുന്ന് ഒറ്റയ്ക്ക് കയറുമ്പോ നമ്മളെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പേടിക്കാന്ന് വെച്ചാൽ ഗൈഡ് ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും. അപ്പൊ നമുക്ക് ആക്ടിവിറ്റി പരിപാടിയിലേക്ക് നമുക്ക് കടക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് നമുക്കായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം സേഫ്റ്റി മുഖ്യം. അപ്പൊ ആ ചേട്ടൻ നമുക്ക് ആദ്യം തന്നെ ആരിഫിന് നമുക്ക് സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഷഡ്ഡി പോലെ എന്തോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആരിഫ് അത് സുഖം പിടിച്ചുവിടല്ല, ഇട്ട് സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജോബിയും അതുപോലെ തന്നെ വേറെ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്ലിങ് ആ വള്ളി കൂടെ നടന്നു പോകണമെന്നാണ്. അപ്പൊ ആ ചേട്ടൻ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തലയില് ഹെൽമെറ്റൊക്കെ വെച്ച് തരണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എനിക്കൊരു പേടി. ഞങ്ങൾ വിചാരിച്ച അതായിരുന്നു, സൈക്കിൾ ഓടിക്കണം എന്നാ ഞാൻ ആദ്യം വിചാരിച്ചോണ്ടിരുന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സൈക്കിൾ ഓടിക്കാൻ പോകുന്നതാണ് പ്രതീക്ഷിച്ചോണ്ടിരുന്നത്. പക്ഷെ അല്ല, ഇവിടെ വേറൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് നമ്മുടെ കൂട്ടുകാരൻ ഓരോ പടികളും ജീവനും പോലെ പടികൾ വച്ച് നീങ്ങുക. ജസ്റ്റ് വേറൊന്നുമല്ല, നമ്മള് ഈ വള്ളിമേ നമ്മൾ കയറി പിടിക്കുക, അത് നടക്കുക. അപ്പൊ നടക്കുമ്പോ ആ ഒരു ചെറിയൊരു അനക്കം ഉണ്ടാവും. അത് തന്നെ സേഫ്റ്റി ഉള്ളത് കൊണ്ടാണ് മാത്രമാണ് നമ്മൾ അത് നടന്നു പോകണേ. നമ്മൾ അരനൊക്കെ നടന്നു പോകണ്ട്. അപ്പൊ അവസാനം എനിക്കൊരു ചേച്ചി അങ്ങനെ ഇട്ടൊക്കെ തന്നു അത്യാവശ്യം. അപ്പൊ നമ്മുടെ സേഫ്റ്റി മുഖ്യം എന്നൊക്കെ പറഞ്ഞ് സൂക്ഷ്യം കണ്ടും പോകണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു വഴിക്ക് പോകുമ്പോൾ സെൽഫി ക്യാമറ അടിച്ച് പോകാൻ പറ്റില്ല. അപ്പൊ അത് ഞങ്ങൾ മാക്സിമം അത് ഞാൻ ഒഴിവാക്കി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണെങ്ങാനും പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല എനിക്ക്. അപ്പൊ ബാക്കിൽ എന്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ അവന്മാര് പയ്യെ ഞാൻ ചാടി തുള്ളിയൊക്കെ വന്നെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെന്തോ അവന്മാരെ കാണാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസിക്കാണ് ഞാൻ പിന്നെ പോണേ. അപ്പൊ അവന്മാര് വരുന്നുണ്ട്. നമ്മളപ്പോ ആദ്യമേ ഞാൻ ആരിഫ് പോയി കഴിഞ്ഞിട്ട് രണ്ടാമത് ഞാനാ കേറിയത്. അപ്പൊ അത് കാരണം പുറകെയാണ് നമ്മുടെ കൂട്ടുകാർ വന്നോണ്ടിരിക്കണേ. അപ്പൊ ഞങ്ങള് ഓരോന്നൊക്കെ പറയുന്നുണ്ട്, ഇവനൊന്ന് പേടിപ്പിച്ചാലോ ഓടിപ്പിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് ഞങ്ങള് ഇവിടെ അവന് ഈ വരണവൻ കുറച്ച് ചെറിയൊരു പേടിയുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആരിഫും ഞാനും കൂടി ജസ്റ്റ് ഒന്ന് അനക്കി കൊടുക്കണ്ട്. അവനവിടുന്ന് അമ്മേ കുമ്മനൊക്കെ വിളിച്ച് പാവം ആകെ പേടിച്ചു പോയിട്ടോ പാവത്തിന്. പക്ഷെ ഞങ്ങള് വിട്ടുകൊടുത്തില്ലേ. അടുത്തേക്ക് വന്നിട്ട് കുറച്ചും കൂടി പേടിപ്പിക്കാൻ. വേറൊന്നും കൊണ്ടല്ല കേട്ടോ, ഞങ്ങള് തമാശയായിട്ട് കാണിക്കണാണെങ്കിലും സേഫ്റ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങള് കാണിക്കാൻ. അല്ലാണ്ട് ഞങ്ങൾ വെറുതെ കാണിക്കൊന്നുമില്ല. ബിക്കോസ് ജീവനായിട്ട് കളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ ഏതല്ല മുത്തേ. അപ്പോ നമ്മള് കഴിഞ്ഞ് എത്തിയത് കാരണം നമുക്ക് അത്യാവശ്യം സമാധാനവും സന്തോഷവും ഉണ്ട്. അതിൻ്റെ ഒരു ആദ്യത്തെ ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഓക്കെ കഴിഞ്ഞു. ഇപ്പോ നമ്മള് ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത പ്ലാൻ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഇവന്മാർ ഇവിടെ എത്തിയിട്ട് വേണം ഞങ്ങൾക്ക് അടുത്ത പ്ലാനിലേക്ക് നടക്കാനായിട്ട്. അപ്പൊ ഇവന്മാരിങ്ങനെ നടക്കണ കാണാൻ രസമുണ്ട്. ഞാനൊക്കെ എങ്ങനെ നടന്നോന്ന് എനിക്കറിയാൻ പാടില്ല. എന്റെ കാലം കയ്യിലൊക്കെ വിറച്ചായിരുന്നു. പിന്നെ മാക്സിമം പറ്റുന്നവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷൂട്ട് നടക്കണം കുറച്ചുകൂടി ബെറ്റർ ആക്ട് ചെയ്യുമ്പോ. ഞാൻ ഒരു ക്രോക്സ് ആണ് ഇട്ടെന്ന് പറഞ്ഞത്. അവനവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്ക് ആള് ഇപ്പൊ വീഴും. ആ അയാൾ ടൈറ്റ് ആക്കി പിടിക്കണം. ബലം പിടിച്ചു. എന്നിട്ടാണ് അവിടെ എത്തിക്കഴിഞ്ഞപ്പോ ആൾക്ക് സമാധാനമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇവൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വേറെ ആരും അങ്ങനെ
വലിയ കുഴപ്പമില്ല. പിന്നെ ജോബി അരുണൊക്കെ വന്നു കഴിഞ്ഞപ്പോ അവൻ അരുൺ പിന്നെ പയ്യെ ഉരുണ്ട് വന്നോണ്ട് ജോബി പിന്നെ ജോബിക്ക് പിന്നെ അവന് വർക്കുമ്പോ പെയിന്റിങ് ആണ്. അപ്പൊ അതിന്റെ ആ ഒരു പേടി ഉണ്ടാവൂല. ഇത്രയും ടാസ്കുകൾ ചെയ്യാനുള്ള പേടിയൊന്നും ഉണ്ടാവില്ല ആൾക്ക്. ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനെ കേറി പോണ ടെൻഡൻസി ഉള്ളതുകൊണ്ടും എനിക്ക് കുറച്ച് വട്ടുള്ളതുകൊണ്ടും നമ്മൾ കേറിപ്പോവും. വേറൊന്നും ചെയ്യാനില്ലല്ലോ. പിന്നെ കണ്ടന്റ് വേണമല്ലോ. കണ്ടന്റ് ആണല്ലോ നമുക്ക് മുഖ്യം. കണ്ടന്റിന് വേണ്ടി നമ്മൾ എന്തും ചെയ്തിരിക്കണം. അപ്പോൾ നമുക്ക് ഇനിയും അടുത്തത് നമ്മുടെ ഇതാണ് വേറൊരു ഗൈഡ്. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിലേക്ക് നമുക്ക് നടക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ആക്ടിവിറ്റി പരിധിയിലേക്ക് പോവാം. ആക്ടിവിറ്റി നമ്പർ 2. ഇതെന്താ സംഭവം എനിക്കറിയാൻ പാടില്ല. ആളോടെ കെട്ടിട്ടു. നമ്മുടെ ഗൈഡ് നമുക്കിവിടെ കെട്ടിയിട്ട് വന്നു. അതിന്റെ ആദ്യം ആരുണ്ടെങ്കിൽ ഇട്ടു. നമ്മളിങ്ങനെ ഊഞ്ഞാലാടുന്ന പോലെ ആ ഒരു പോക്കുപോയൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന രസമുണ്ട് കേട്ടോ. പക്ഷെ ഇത് സൂം ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ സൂം ചെയ്യാത്തത്. അങ്ങനെ അങ്ങ് അറ്റം വരെ അവനോടെത്തി. അപ്പോ ഇനിയും എന്റെ ഊഴമാണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ എന്റെ കയ്യില് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ളാണ് പിടിക്കുമല്ലോ. അങ്ങനെ അരുൺ പോയി, ആരിഫ് പോയി, ജോബി പോയി. അപ്പൊ അടുത്തത് നമ്മുടെ ഊഴമാണ്. നെക്സ്റ്റ് ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അപ്പോ നമുക്ക് പോവാം. തെക്കിന്ന് വീശുന്ന കാറ്റും മരങ്ങളുടെ ഇളക്കവും എല്ലാം നോക്കിയിട്ട് ഇതൊരു നല്ലൊരു സൂചനയാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ടേക്ക് ഓഫിന് പറ്റിയ സമയമാണ്. 1 2 3 പോവാം. പെട്ടു ഗൈസ്. I'm trapped. എന്റെ പൊട്ടോ. കുടുങ്ങി. I'm trapped. സേഫ്റ്റിക്കാരൻ ഗൈഡ് ഞങ്ങൾക്ക് എന്തോ ചെയ്യുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ കറങ്ങിയ? ഇതെന്ത് പ്രശ്നം? എന്താ പറഞ്ഞത്? ഗൈസ് ചാഞ്ചക്കം കുട്ടേട്ടോ. നല്ല കിസ്. അവന്റെ അമ്മ ലോക്കടാ. അപ്പോൾ ഞാനധികം വെയിറ്റ് ആയതുകൊണ്ടാണെന്ന് ഇവർ പറയണേ. അപ്പോൾ നമുക്ക് ഒന്നും കൂടി റീസെറ്റ് ചെയ്യണം. നമുക്ക് ഒന്നും കൂടി ട്രൈ അഗൈൻ, ഫെയിൽ ബെറ്റർ, ഐ വിൽ വിൻ. അപ്പോൾ നമുക്ക് ഒന്നുകൂടി കയറാനായിട്ട് നമ്മൾ കറങ്ങി ഒന്നുകൂടി പോകണം. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം എടുത്തത് ശരിയായില്ല. നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടി എടുക്കണം, സെറ്റ് എടുക്കണം. അപ്പോൾ അവിടേക്ക് പോവാൻ ഈ നട്ടുച്ച വെയിലത്ത് ഞാൻ ചുറ്റേക്ക് ഇറങ്ങി അവിടെ വരെ എത്തും. ഇത് കണ്ട് ഒന്നും കൂടി ഈ ഒരു ആക്ടിവിറ്റി ഒന്നും കൂടി ഞാൻ ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ടിവിറ്റി ചെയ്തതിൻ്റെ നമുക്കൊരു 1% ഒരു ഫീലിംഗ് കിട്ടിയല്ല. കൃത്യമായിട്ട് ക്യാമറ പോലും പിടിക്കാൻ പറ്റിയില്ല. അപ്പം അത് കാരണം ഞാൻ ഒന്നും കൂടി നമ്മൾ അവിടെ വരെ പോണ്. എന്നിട്ട് ഒന്നും കൂടി അതുപോലെ തന്നെ ചെയ്യണേ.
അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞേക്കണം. എല്ലാവരും നമ്മൾ സെറ്റായിട്ട് നമ്മൾ ലോക്ക് നമ്മുടെ കാര്യം നമുക്ക് ഒരു ലോക്ക് ഉണ്ടല്ലോ, നമുക്ക് സേഫ്റ്റി ഉണ്ടല്ലോ, ആ സേഫ്റ്റി എല്ലാവരും ഇട്ട് നമ്മളിഞ്ഞും അടുത്ത പണിക്കാരാണ് ഇവിടെ സേഫ്റ്റി ഉണ്ടോ, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പോകുമ്പോഴൊക്കെ നമ്മളൊരു നല്ലൊരു പൂവുണ്ട്, അപ്പോൾ പൂവുണ്ട് കഴിഞ്ഞാൽ നല്ല രസം, ഐ ലൈക്ക് ഇറ്റ്. അപ്പോൾ ഈ ഒരു സമയം ഇപ്പോൾ ഒരു 12 മണി 1 മണി ആറായി. ഞങ്ങൾ ഫുഡ് കഴിച്ച് സെറ്റ് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടേക്ക് വരാവുന്ന ഗൈഡ്. അപ്പോൾ ഞങ്ങൾ ആ സ്ഥലത്തേക്ക് തന്നെ നമ്മൾ നേരത്തെ കയറിയ ആ സ്പോട്ടിൽ തന്നെ നമ്മൾ വീണ്ടും അവിടെ തന്നെ എത്തിപ്പെട്ടേക്കാണ്. അപ്പോൾ ഞാനൊരു നടക്കുന്നുണ്ട്, അത് നമുക്കറിയാലോ, എൻ്റെ കുഴപ്പം എന്താ പറയാമല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ എത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു ആദ്യം പറഞ്ഞ പോലെ നമ്മൾ സൈക്കിൾ ആണെന്ന് തോന്നുന്നു. പക്ഷേ അരുണെന്തോ ഒരു ഉഷാറില്ലാത്ത പോലെ ഉണ്ടോ മുരുങ്ങി പറഞ്ഞ പോലെ. അപ്പം നമ്മൾ ഈ സൈക്കിൾ ഓടിക്കാനായിട്ട് നമ്മൾ സൈക്കിൾ എടുക്കുമ്പോൾ നമ്മൾ ക്യാമറ പിടിക്കണമല്ലോ, അപ്പോൾ ഒറ്റ കൈ കൊണ്ട് പിടിക്കാനുള്ളൊരു ചെയ്യാൻ ചെയ്യിക്കായിരുന്നു. പക്ഷെ നടന്നില്ല, അത് വൻ ഷോക്കായി പോയി, ആകെ ഊമ്പിപ്പോയി. അപ്പോൾ അത് കാരണം നമ്മൾ അടുത്ത ട്രിപ്പിലേക്ക് നമുക്ക് പോവാം, കാണിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്കിത് പിടിക്കാം. അപ്പൊ ഫോൺ വെള്ളത്തിലേക്ക് ഞാൻ ഫോണ് ഗൂഗിൾ പിക്സൽ വാട്ടർ പ്രൂഫ് ആണ്. രണ്ടുപേരും എനിക്ക് വെള്ളം ഇതാണ് ഇത്ര വെള്ളമല്ല ഇനി ഇവിടുന്ന് എന്തുകൊണ്ട് ചെയ്യുന്നതാണ് നിങ്ങൾ? ഇത്ര വെള്ളമുള്ള ആ പുള്ളി പറഞ്ഞു. അതാ തിരിച്ചു വലിക്കാനടാ, തിരിച്ചു വലിക്കാൻ. അത് വലിക്കാണ്ടിരിക്കണം, അതുവരെ നമുക്ക് പോകാൻ പറ്റും, തരാൻ പോകാൻ പറ്റുള്ളൂ. അഴിഞ്ഞു പോയല്ലോ അവിടെ കെട്ടിയടാ. എന്റെ പൊന്ന് ചക്കരായി ആര് പറഞ്ഞു അഴിഞ്ഞ് പോയതിനെ പിടിച്ചാൽ വെള്ളത്തിൽ പോയി. വേറെ ടെസ്റ്റ് ഉണ്ട്, വട്ടം കപ്പുള്ളൂ, അല്ലാണ്ട് ഇതാവൂല. കാണിച്ചോ ഇല്ല സിംഗിൾ വെച്ച് ആവൂല. അത് ശരിയാണ്, പക്ഷെ ഒന്ന് നേരത്തെ കാട്ടല്ലേ വന്നേ. ആരിപ്പോ കുറച്ചെങ്കിലും നല്ല പൊള്ളല. തോണി പൊഴു രണ്ടിത് വേണോടാ. ഫാൻസ് ആണ്, സബ്സ്ക്രൈബേഴ്സ് ആണ്. മുങ്ങി അവിടെ തൊഴിഞ്ഞ് ഇങ്ങോട്ട് ഈ സൈഡിലേക്കോ ടയർ ഇത്ര വരെ ഉള്ളു, അതിനനുസരിച്ച് ഇതാക്കും. ഇപ്പറ സൈഡിൽ കൂടി ഇതാക്കും, അങ്ങോട്ട് വരുത് ആ സൈഡിൽ കൂടി വലിക്കും. ജോബി കലക്കന. ഇതിപ്പോ അവൻ വലിക്കണോണ്ടാ വണ്ടി നീങ്ങണേ. ജോബി അല്ല ഈ വെള്ളച്ചാട്ടത്തിന്റെ എവിടുന്ന വെള്ളം വന്നെ? വെള്ളം എവിടുന്ന് തന്നെ അറിയില്ലേ? അറിയാല്ലേ? ഓക്കെ. എവിടുന്ന ഈ വെള്ളം വന്നെ? വെള്ളം ഓരോ കാര്യങ്ങൾ ചോദിച്ചു. അതൊന്നെടുത്ത് ബ്ലോഗിലടല്ലേട്ടാ. ആ വേദന പറയും, ആ കഴപ്പാണ് പറയും. ഞാൻ വെള്ളത്തിൽ മുങ്ങൂന്ന് വിചാരിച്ചു ഞാൻ. പേടിക്കണ്ടേ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ആ ഗൈഡ്. അപ്പോൾ നമ്മൾ നേരത്തെ അതിന് മുമ്പ് നമ്മൾ തുടക്കം വീഡിയോ ഇട്ടപ്പോൾ നമ്മൾ ഈ ഗുഹ എന്താണെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി ജസ്റ്റ് എല്ലാ ഗുഹയും കയറാറില്ല. അപ്പോൾ കയറി നമ്മൾ പോയതാ. അത് എത്തിപ്പെട്ടത് അത് രസമാണ് കണ്ടു. ഇത് മറ്റേതാന്ന് തോന്നുന്നു. നമ്മുടെ റൂമിലേക്കാണോ പോണത്? നമ്മുടെ റൂമിലേക്കാ പോണേ. ചേട്ടാ റൂമിലോട്ട് പോകാനല്ലേ നമ്മള്